ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയ കമ്പനി ഏതാണെന്നറിയാമോ? 2024 മാർച്ച് 31 അവസാനിച്ച 4-ാം പാദത്തിലെ കണക്കെടുത്താൽ പൊതുമേഖലാ ബാങ്കായ SBI ആണ് ഇന്ത്യയിൽ ലാഭത്തിൽ 1-ാം സ്ഥാനത്തുള്ള കമ്പനി. രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ കമ്പനിയും വർഷങ്ങളായി ലാഭത്തിൽ 1-ാം സ്ഥാനം കൈയടക്കുകയും ചെയ്തിരുന്ന റിലയൻസ് ഇൻഡസ്ട്രീസിനെ ഏറെ പിന്നിലാക്കിയാണ് 4-ാം പാദത്തിലെ SBIയുടെ ഈ കുതിപ്പ്. മാർച്ച് 31 അവസാനിച്ച പാദത്തിൽ 20,698 കോടി രൂപയാണ് SBIയുടെ ലാഭം. മുൻവർഷം 4-ാം പാദത്തിൽ നേടിയ 16,694.5 കോടിയേക്കാൾ 24% കുതിപ്പ് കൈവരിച്ചുകൊണ്ടാണ് SBI 1-ാം സ്ഥാനം കൈയടക്കിയത്. അതേസമയം ഇക്കാലയളവിൽ റിലയൻസിന്റെ ലാഭം 18,951 കോടി രൂപ മാത്രമാണ്. മാത്രമല്ല മുൻ വർഷത്തേക്കാൾ 1.8% ഇടിവാണ് റിലയൻസിന്റെ ലാഭത്തിലുണ്ടായത്. എന്നാൽ 2024 മാർച്ചിൽ അവസാനിച്ച ഒരു സാമ്പത്തിക വർഷത്തെ ലാഭമെടുത്താൽ റിലയൻസ് ഇൻഡസ്ട്രീസ് SBIയേക്കാൾ മുന്നിൽ തന്നെയാണ്. മുഴുവർഷത്തിൽ റിലയൻസിന്റെ ലാഭം 69,621 കോടിയും SBIയുടേത് 61,077 കോടി രൂപയുമാണ്. എന്നാൽ മുൻവർഷത്തെ അപേക്ഷിച്ച് റിലയൻസ് 4% വർധന ലാഭത്തിൽ രേഖപ്പെടുത്തിയപ്പോൾ SBI നേടിയത് 21.59% വർധനവാണ്. ഇതേ തുടർന്ന് 2024 ഓഹരികൾക്ക് 13.7 രൂപ ലാഭവിഹിതം ബാങ്ക് പ്രഖ്യാപിച്ചു. റിലയൻസ് ഇൻഡസ്ട്രീസിന്റേത് 10 രൂപയും. എന്നാൽ 2024 മാർച്ചിൽ അവസാനിച്ച ഒരു സാമ്പത്തിക വർഷത്തെ ലാഭമെടുത്താൽ റിലയൻസ് ഇൻഡസ്ട്രീസ് SBIയേക്കാൾ മുന്നിൽ തന്നെയാണ്. മുഴുവർഷത്തിൽ റിലയൻസിന്റെ ലാഭം 69,621 കോടിയും SBIയുടേത് 61,077 കോടി രൂപയുമാണ്. എന്നാൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് റിലയൻസ് 4% വർധന ലാഭത്തിൽ രേഖപ്പെടുത്തിയപ്പോൾ SBI നേടിയത് 21.59% വർധനവാണ്. ഇതേ തുടർന്ന് 2024 ഓഹരികൾക്ക് 13.7 രൂപ ലാഭവിഹിതം ബാങ്ക് പ്രഖ്യാപിച്ചു. റിലയൻസ് ഇൻഡസ്ട്രീസിന്റേത് 10 രൂപയും. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസിനെ പോലും മറികടന്ന പ്രകടനം കാഴ്ചവെക്കാനായി എന്നത് പൊതുമേഖലാ ബാങ്ക് എന്ന നിലയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജ്മെന്റിനും ജീവനക്കാർക്കും ഏറെ അഭിമാനിക്കാവുന്നത് തന്നെയാണ്. 19.29 ലക്ഷം കോടി രൂപയുമായി വിപണി മൂല്യത്തിൽ 1-ാം സ്ഥാനത്തുള്ള കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. 6.44 ലക്ഷം കോടി രൂപയുടെ മൂല്യമുള്ള SBI 7-ാം സ്ഥാനത്താണ്. ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച സേവനം ഉറപ്പാക്കേണ്ട രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ SBI ലാഭമുണ്ടാക്കുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിനും ജീവനക്കാർക്കും അതിന്റെ ഗുണം കിട്ടുമെന്ന് ഉറപ്പാണ്. എന്നാൽ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന SBIയിലെ സാധാരണ ഉപയോക്താക്കൾക്ക് എന്ത് നേട്ടമാണ് കൂടുതൽ ലഭിക്കുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്.